നമസ്കാരം. നടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ അറസ്റ്റ് എളമക്കര പോലീസ് രേഖപ്പെടുത്തി. എളമക്കര പോലീസ് തിങ്കളാഴ്ച രാത്രി 9:40-നാണ് ഇയാളെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചത്. നടിയുടെ പരാതിയിൽ സനലിനെതിരെ എളമക്കര പോലീസ് കേസെടുക്കുകയും ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയും ചെയ്തിരുന്നു. സമാന സംഭവത്തിൽ നടിയുടെ പരാതിയിൽ 2022-ലും ഇയാളെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ ജാമ്യത്തിലാണ്. സമാന കുറ്റം ചെയ്തതുകൊണ്ട് ആ ജാമ്യവും റദ്ദാക്കണമെന്ന് കോടതിയിൽ പോലീസ് ആവശ്യപ്പെടും. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളിലാണ് സനൽകുമാർ ശശിധരനെതിരെ ജനുവരിയിൽ കേസെടുത്തത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി മെയിൽ ചെയ്ത പരാതി എളമക്കര പോലീസിന് കൈമാറുകയായിരുന്നു. കേസെടുക്കുമ്പോൾ സനൽ അമേരിക്കയിലായിരുന്നതിനാൽ ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയായിരുന്നു. മുംബൈ വിമാനത്താവളത്തിൽ ഞായറാഴ്ച വന്നിറങ്ങിയ സനലിനെ തടഞ്ഞുവെച്ചു. തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നടിയെ പരാമർശിച്ചും ടാഗ് ചെയ്തും സനൽകുമാർ ഒട്ടേറെ കുറിപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നടിയുടേതെന്ന പേരിൽ ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു. കേരള പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്നാണ് ഞായറാഴ്ച സനൽകുമാറിനെ വിമാനത്താവളത്തിൽ തടഞ്ഞത്. അതേസമയം കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച സനൽകുമാർ ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇയാൾ പ്ലാറ്റ്ഫോമിൽ വീഴുകയും ചെയ്തു. എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത്? ഞാൻ എന്താ കൊലക്കുറ്റം ചെയ്തോ? ഞാൻ മോഷ്ടിച്ചോ? ഞാൻ ഖജനാവ് കൊള്ളയടിച്ചു? ഞാൻ മാസപ്പടി വാങ്ങിയോ? ഞാൻ പ്രേമിച്ചു? രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചാൽ കുറ്റമാണോ? ഒരാളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? ഒരു സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് എന്നെ പിടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇവർ അത് ചെയ്യുന്നതെന്നും സനൽകുമാർ ശശിധരൻ ചോദിച്ചു. തന്നെ കൊല്ലുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് നാട് വിട്ടതെന്നും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സനൽകുമാർ ശശിധരൻ പറഞ്ഞു. രണ്ട് മനുഷ്യർ തമ്മിൽ പ്രേമിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നും സംവിധായകൻ ചോദിച്ചു. താൻ ഖജനാവ് കൊള്ളയടിച്ചിട്ടില്ലെന്നും മാസപ്പടി വാങ്ങിയിട്ടില്ലെന്നും 7 ലക്ഷം കോടി കടമുണ്ടാക്കി വെച്ചിട്ടില്ലെന്നും സനൽകുമാർ പറഞ്ഞു. ഒരു സ്ത്രീയെ സെക്സ് മാഫിയ തടവിൽ വെച്ചിരിക്കുകയാണെന്നും സനൽകുമാർ ആരോപിച്ചു. മുൻപ് സനലിനെതിരെ നൽകിയ പരാതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന് ആരോപിച്ചാണ് നടി വീണ്ടും പോലീസിനെ സമീപിച്ചത്. അറസ്റ്റ് ചെയ്ത സനൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിലും ഈ നിലപാടുകൾ സനൽകുമാർ ആവർത്തിച്ചേക്കും. ഇത് സങ്കീർണമായി മാറുമോ എന്ന ആശങ്ക പോലീസിനുമുണ്ട്.